ഹലോ! അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് 10ാമത്തെ ദിവസത്തെ ഉത്സവാട്ടാ. ആറാട്ടാണ്. ഞങ്ങളെല്ലാവരും ആറാട്ട് കാണാൻ വേണ്ടി കടപ്പുറത്തോട്ട് പോവായിരുന്നു. ഇവിടെ അടുത്തൊരു ബീച്ചിൽ തന്നെയാട്ടാ. അപ്പൊ നമ്മളെത്തിയപ്പോ കുറച്ച് നേരത്തെയായിരുന്നു എത്തിയത്. വന്ന പാടെ പിള്ളേരും കേശുവും കൂടി വെള്ളത്തിലോട്ട് ഇറങ്ങി. കേശുവിന്റെ അടുത്ത് ഞാൻ ഇറങ്ങരുത് നനയൂന്ന് പറഞ്ഞതാ. കേൾക്കാതെ പോയി ഇറങ്ങി. നനഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് തലവേദനയായിരുന്നു. ഉടുപ്പ് മാറ്റിത്താന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് മാറ്റാന്ന് പറഞ്ഞു. വീണ്ടും പോയി വെള്ളത്തിലിറങ്ങി. പിന്നെ ഞങ്ങളൊരു ചായ കുടിച്ച് അവരൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്ത് അമ്മയും ആന്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നപ്പോ പട്ടം വേണമെന്ന് പറഞ്ഞ് പിന്നെ ഒരു പട്ടം വാങ്ങിക്കൊടുത്ത് നോക്കുമ്പോൾ നല്ല മഴ വരുന്നുണ്ട്. എനിക്ക് ഉറപ്പായിരുന്നു മഴ പെയ്യുമെന്ന്. ഭാഗ്യത്തിന് കയ്യിൽ കുട ഉണ്ടായിരുന്നുകൊണ്ട് മഴ നനഞ്ഞില്ല. കുടയിൽ കയറി നിന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു കുട എടുത്തിട്ടായിരുന്നു, അമ്മയും ഒരു കുട എടുത്തു. വലിയ കുടയായിരുന്നു. അപ്പൊ അവരെല്ലാരും കൂടി ഒരു കുടയിൽ നിന്ന് ഞങ്ങളൊരു കുടയിൽ നിന്ന്. അത് കഴിഞ്ഞ് മഴയത്ത് ഒരു മോനാണെങ്കിൽ ഭയങ്കര ഡാൻസ് ആയിരുന്നു. എല്ലാരും അവന്റെ ഡാൻസ് വീഡിയോ എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു. അവനാണെങ്കിൽ അങ്ങ് ആസ്വദിച്ച് കളിക്കുകയാണ് മഴയത്ത്. എനിക്ക് കൊതിയായി അത് കണ്ടപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ഉത്സവത്തിന്റെ ആറാട്ടെത്തി. പിന്നെ ആറാട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ട്. ഞങ്ങൾക്ക് ഓണത്തിനേക്കാളും ഭയങ്കര ആഘോഷമായിട്ടാണ് നമ്മുടെ ഉത്സവം. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി പോയി. ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്നും വാങ്ങിയൊന്നുമില്ല. കുറച്ച് കമ്മല് വാങ്ങി. പിന്നെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ച് കഴിച്ചു. ഈ പാവ കണ്ട ലൈറ്റ് ഇട്ടത്തിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഞാൻ വാങ്ങിയില്ല. പക്ഷെ വീടൊക്കെ പൊളിക്കണം എന്നൊരു പ്ലാനിലിരിക്കണം. അതുകൊണ്ട് തന്നെ വാങ്ങിയില്ല. പിന്നെ ഒരുപാട് വഴിപ്പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചെണ്ടമേളവും ഗാനമേളയും നാടൻ പാട്ടും അങ്ങനെ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് അതൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. ആൾക്കാരിങ്ങനെ കൂട്ടം കൂടുന്നില്ല. കുറച്ച് നേരം ഇത് കേൾക്കും. നല്ല പരിപാടിയാണെങ്കിൽ നമ്മൾ കുറെ നേരം നിൽക്കും. അത്ര പോരെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത പരിപാടി കാണാൻ വേണ്ടി പോകും. പിന്നെ കുറെ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു പാസ്ത വാങ്ങി. ഞാനും അർജന്റീനയും കൂടി കഴിച്ചു. പിന്നെ കേശു അപ്പത്തേക്ക് ഉറങ്ങി കേട്ടാ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ മോഹിനിയാട്ടം, പിള്ളേരുടെ ഡാൻസും കുച്ചിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പത്തേക്ക് കേശു ഉറങ്ങിയോണ്ട് ഞാൻ പിന്നെ അവനെ കയ്യിൽ വെച്ചോണ്ട് ഒരിടത്ത് തന്നെ ഇരുന്നു. പിന്നെ അർജന്റീന അങ്ങ് ക്ഷീണിച്ചു. ഒത്തിരി നടന്നു എല്ലായിടത്തും. മഴയും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് അപ്പത്തേക്കും കൊടിയിറക്കാൻ സമയമായി. അപ്പൊ ആറാട്ട് തിരിച്ചെഴുന്നള്ളിയായിരുന്നു കേട്ടോ. അമ്പലത്തിലോട്ട് തിരിച്ചെത്തിയായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ തിരിച്ചാറാട്ട് എഴുന്നള്ളി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടാ. അപ്പം എല്ലാവരും കൊടിയിറക്കാനുള്ള വെയിറ്റിംഗിലായിരുന്നു. 12:30 ഒക്കെ കഴിഞ്ഞ് കൊടിയിറക്കുമ്പോൾ കുറച്ച് പറയുണ്ടായിരുന്നു. അങ്ങനെ കൊടിയിറങ്ങി നമ്മളെ ഈ വർഷത്തെ ഉത്സവം അവസാനിച്ച്. സന്തോഷമാണ്, സങ്കടമാണ്. ഉത്സവം കഴിയുമ്പോഴത്തേക്കും ഒന്ന് നന്നായി നടന്നതിൻ്റെത്. പിന്നെ ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണ്ടേ. ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഒരുപാട് മിസ് ചെയ്തൊരു സംഭവമായിട്ട് നമ്മളെ നാട്ടിലെ ഈ ഉത്സവമൊക്കെ. എൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സൊക്കെ എൻ്റെ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ പറയും UK-ലൊക്കെ ഉള്ള മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഭയങ്കര സന്തോഷമായി. അത്രയേ ഉള്ളൂ. ബൈ.